ശബരിമലയിലെ പൂജകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. നെയ്യഭിഷേകത്തിന്റെ പേരിൽ ഭക്തരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെന്ന് ദേവസ്വം ബോർഡിന് വിവരം ലഭിച്ചു. 2022 ഫെബ്രുവരി 1 ബംഗളൂരുവിലെ ഭക്തന്റെ പേരിൽ 18,000-ഓളം നെയ്ത്തേങ്ങ അഭിഷേകത്തിന് എത്തിച്ചതും ഉണ്ണികൃഷ്ണനാണ്. ശബരിമലയിൽ നിന്നുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിലും മറ്റും പല സ്ഥലങ്ങളിലും ഇയാൾ പൂജയ്ക്ക് വെച്ചതായും വിവരമുണ്ട്. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളിയുടെ പേരിൽ നടന്ന തട്ടിപ്പ്, വ്യാപകമായ രീതിയിലുള്ള തട്ടിപ്പ്, പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിലുള്ള ധനികരായ അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ നെയ്യഭിഷേകത്തിന്റെ പേരിലും തട്ടിപ്പ് നടന്നതായിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ കുറേ നാളുകളായി വ്യാപകമായ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, പണപ്പിരിവ് ഇയാൾ നടത്തിയതായി തന്നെ കണക്കാക്കേണ്ടതല്ലേ? എന്തൊക്കെ തെളിവുകളാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ? ടോം, ദേവസ്വം ബോർഡ് രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാൾ സ്പോൺസറാണ്. പക്ഷേ സ്പോൺസർക്കും അപ്പുറത്തേക്ക് അയാൾ ഇടനിലക്കാരനാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശബരിമലയിലുള്ള പ്രധാന പൂജകൾക്കും അവിടുത്തെ സ്വാധീനമുള്ള ആളുകൾക്ക് വലിയ ഇളവ് ലഭിക്കും, അവർക്ക് മുൻഗണന ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളുടെയും ഇടപാടുകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ദേവസ്വം വിജിലൻസ് ലഭിച്ചവരും ആ രീതിയിൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും നെയ്യഭിഷേകത്തിനാണ്. അയ്യപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി വിശ്വസിച്ചു പോരുന്നതാണ് നെയ്യഭിഷേകം. ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയുമായാണ് ഭക്തർ മല ചവിട്ടേണ്ടത്. 18-ാം പടി ചവിട്ടുമ്പോഴും അങ്ങനെ തന്നെ വേണം. അങ്ങനെയുള്ള നെയ്യഭിഷേകത്തിന് വലിയ തിരക്ക്, ശബരിമല സീസണിലൊക്കെ വലിയ തിരക്ക്, മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ ടോക്കൺ പോലും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2022 ജനുവരി 1 18,001 നെയ്ത്തേങ്ങകളാണ് അവിടെ കൊണ്ടുവന്നത്. അത് ബംഗളൂരുവിലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഭക്തന് വേണ്ടി താൻ നടത്തുന്ന വഴിപാട്, ആ ഭക്തൻ പറഞ്ഞ പ്രകാരം നടത്തുന്ന വഴിപാട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നെയ്യഭിഷേകം നടന്നത്. സാധാരണഗതിയിൽ ആചാരപ്രകാരം നെയ്ത്തേങ്ങ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരണം. പക്ഷേ 18,001 തേങ്ങ കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ട്രാക്ടറാണ് കൊണ്ടുവന്നത്. ട്രാക്ടറിൽ കൊണ്ടുവന്ന തേങ്ങ നെയ്യഭിഷേകം നടത്താനായി എല്ലാ സഹായവും ദേവസ്വം ബോർഡ് അധികൃതർ ചെയ്തിരുന്നു. അത് ആചാരപരമായി അത് ശരിയാണോ എന്ന ചോദ്യം ഒരു വശത്തുണ്ട്. അതിനപ്പുറത്തേക്ക് ശബരിമലയിൽ മകരവിളക്ക് സീസൺ പോലെ മകരവിളക്കിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു അഭിഷേകം നടക്കുന്നത്. ആ തിരക്കുള്ള സമയത്ത് മണിക്കൂറുകളിൽ ക്യൂ നിന്ന് പലർക്കും നെയ്യഭിഷേകം നടത്താതെ മലയിറങ്ങേണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് ഇത്രയധികം നെയ്ത്തേങ്ങളുമായി ഒരാൾ വരുന്നു. അയാൾ ദേവസ്വം ബോർഡിനെ പൈസ അടയ്ക്കുന്നു. 18,00,000 രൂപ ദേവസ്വം ബോർഡ് നൽകിയെന്ന് പറയുന്നു. എങ്കിൽ പോലും അവർക്ക് ഒരു വലിയ പരിഗണന അവിടെ ലഭിക്കുന്നു. അതിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ 18,00,000 രൂപ മാത്രമാണ് ഇയാൾ പിരിച്ചത്. ആരിൽ നിന്നൊക്കെയാണ് ഈ തുക ഇയാൾ പിരിച്ചെടുത്ത കാര്യത്തിലൊക്കെ സംശയമുണ്ട്. പല പൂജകളും ഇത്തരത്തിൽ ഇയാൾ ഇടനിലനിന്ന് 2021-23 ഇടയ്ക്ക് പലതവണ ഇയാൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ അഭിഷേകത്തിന് വേണ്ടി ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. 23 ആകുമ്പോൾ ദേവസ്വം ബോർഡ് അതിന്റെ പന്തികേട് മനസ്സിലാക്കുന്നു. 23 ശേഷം അവർ അംഗീകരിച്ചില്ല. അത്തരം അഭിഷേകം വേണ്ട എന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചു. പക്ഷെ അതുവരെ അയാൾക്ക് എല്ലാ സഹായവും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ പ്രധാനികളോ ചെയ്തു നൽകിയെന്ന് വ്യക്തമാണ്. ഇതിന് മാത്രമല്ല, പാണ്ഡിത്താവളത്തിൽ അന്നദാനം നൽകിയത്, മകരവിളക്കിന് സാധാരണഗതിയിൽ പാണ്ഡിത്താവളത്ത് അന്നദാനം നൽകാറില്ല. അവിടെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഈ വിളക്ക് ദർശിക്കാനായി നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഭക്ഷണം കിട്ടുന്ന പരാതിയൊക്കെ ഉണ്ട്. ഇത്തവണ അത് പരിഹരിച്ച് അവിടെ പാണ്ഡിത്താവളത്തിൽ അന്നദാനം നടത്തിയിരുന്നു. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ചെയ്തത്. അതും അയാൾ ഒറ്റയ്ക്ക് നടത്തിയതാണോ അല്ലെങ്കിൽ ഇതുപോലെ ആളുകളിൽ നിന്ന് പൈസ പിരിച്ച് നടത്തിയാണെന്ന് ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാന മോഷണ കേസ്, ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലെ വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവായി മാറിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയുള്ള അന്ന് പഠിക്കുകയായിരുന്ന ഒരു പെൺകുട്ടിയുടെ പുസ്തകത്തിലെ ഒരു പേജാണ്. അത് പിന്നീട് ആ സ്ത്രീക്ക് അവരുടെ സ്ത്രീക്ക് ദേവസ്വം ബോർഡ് ഒരു വീട് വെച്ച് നൽകിയിരുന്നു. അതിന് 15,00,000 രൂപ ഇയാൾ സ്പോൺസർ ചെയ്തു എന്ന് പറയുന്നു. ആ സ്പോൺസർഷിപ്പ് ഇപ്പോൾ സംശയനിലയിലാണ്. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ സ്പോൺസർഷിപ്പുകൾ ഇയാൾ നൽകുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ആരുടെയൊക്കെ പണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.